വർഷത്തിൽ ധനുമാസത്തിലെ തിരുവാതിര നാൾ മുതൽ 12 ദിവസം മാത്രം ശ്രീപാർവതി ദേവിയുടെ നട തുറക്കുന്ന അപൂർവമായ ക്ഷേത്രമാണ് തിരുവൈരാണിക്കുളം മഹാദേവ ക്ഷേത്രം. പെരിയാറിന്റെ തീരത്ത് വെള്ളാരപ്പള്ളി തെക്കുഭാഗം കരയിലാണ് ക്ഷേത്രം. അകവൂർ മനയുടെ ചരിത്രവുമായി ഇടകലർന്നതാണ് ക്ഷേത്ര ഐതിഹ്യം. ഇരിങ്ങാലക്കുടയ്ക്ക് സമീപമാണ് അകവൂർ മനയുടെ മൂലകുടുംബം. ഇവിടെ ഭരിച്ചിരുന്നവർ ഭിന്നിച്ച ഐരാണിക്കുളത്തു നിന്നും വെള്ളാരപ്പള്ളി ഗ്രാമത്തിലേക്ക് മാറിയതായാണ് ചരിത്രം. താമസം മാറ്റിയെങ്കിലും ഐരാണിക്കുളത്തപ്പനെയും ശ്രീപാർവതിയെയും മനയിലുള്ളവർ നിത്യദർശനം നടത്തിയിരുന്നു. ഈ കാലത്താണ് പറയിപ്പറ്റ പന്തിര കുലത്തിലെ ചാത്തൻ അകവൂർ മനക്കിലെ ആശ്രിതനാകുന്നത്. ഐരാണിക്കുളത്ത് ക്ഷേത്ര ദർശനത്തിന് പോകുക വലിയ ബുദ്ധിമുട്ടായത് മനയിലുള്ളവരെ വല്ലാതെ അലട്ടി. ചാത്തനാകട്ടെ കരിങ്കല്ല് കൊണ്ട് തോണി ഉണ്ടാക്കി ബ്രാഹ്മണനെ അതിൽ കയറ്റി പുഴയിലൂടെ ക്ഷേത്ര ദർശനം മുടങ്ങാതെ ചെയ്യിച്ചു. ഒരു ദിവസം ദർശനവും ഉപാസനകളും കഴിഞ്ഞ് തിരിക്കും മുൻപ് വൃദ്ധ ബ്രാഹ്മണൻ ദേവനോട് സങ്കടം പറഞ്ഞു. മഹാദേവ, പ്രായാധിക്യവും ക്ഷീണവും കൊണ്ട് ദിവസേന ഇവിടെ വന്ന് സന്ദർശിക്കാൻ കഴിയാതെ വന്നിരിക്കുന്നു. അവിടുത്തെ ദർശിക്കാതെ ജലപാനം പോലും കഴിച്ചിട്ടില്ല. ഇനി ഞാൻ എന്തു ചെയ്യും? ഇങ്ങനെ അപേക്ഷിച്ച ശേഷം ഓലക്കൊടി എടുത്തപ്പോൾ പതിവിലും ഭാരം തോന്നി. ചാത്തനോട് പറഞ്ഞപ്പോൾ സാരമില്ലെന്ന് സമാധാനിപ്പിച്ച് യാത്രയൊരുക്കി. മനക്കിലെ കടവിലെത്താൻ അരനാഴിക ദൂരം ബാക്കിയുള്ളപ്പോൾ തിരുമേനിക്ക് മൂത്രശങ്കയുണ്ടായി. ചാത്തൻ കരിങ്കല്ല് വഞ്ചി കരക്കടിപ്പിച്ചു. ശൗചമനാദികൾ കഴിഞ്ഞ് കുടിയെടുത്തപ്പോൾ അതിന്റെ ഭാരം കുറഞ്ഞിരിക്കുന്നു. ചാത്തനോട് ഇക്കാര്യവും പറഞ്ഞെങ്കിലും സാരമില്ലെന്ന് അദ്ദേഹത്തെ ആശ്വസിപ്പിച്ചു. ചാത്തൻ മനക്കിലെ കടവിൽ വഞ്ചി അടുപ്പിച്ച് തിരുമേനിയെ ഇറക്കി. കരിങ്കൽ തോണി ഒരു വിളിപ്പാടകലെ കിഴക്കായി ചാത്തൻ കമഴ്ത്തി. തോണിയുടെ ആകൃതിയിലുള്ള ഒരു കല്ല് ഇന്നും അവിടെ കാണാം. ചാത്തൻ കല്ല് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. തിരുവൈരാണിക്കുളം ക്ഷേത്രം ഇരിക്കുന്ന സ്ഥലം അക്കാലത്ത് കാട്ടുപ്രദേശമായിരുന്നു. അവിടെ ചവർ അറക്കുവാൻ സ്ത്രീകൾ പോകുമായിരുന്നു. ഒരു ദിവസം ഒരു പുലിയ സ്ത്രീ അരിവാളിന് മൂർച്ച കൂട്ടുവാൻ ആ കല്ലിൽ ഉരച്ചു. ഉടനെ ആ പാറക്കല്ലിൽ രക്തം പൊടിഞ്ഞു. ഇതുകൊണ്ട് സ്ത്രീ ഭയന്നോടി. അവൾ ബുദ്ധിഭ്രമത്താൽ ഓടി 3 കിലോമീറ്റർ കിഴക്കുള്ള ഒരു പറമ്പിൽ ചെന്ന് വീണു. സ്ത്രീ ഓടിയ സ്ഥലമെല്ലാം ഉടമസ്ഥർ ക്ഷേത്രത്തിലേക്ക് വിട്ടുകൊടുത്തു. വാരനാട്ട് മഠം എന്നാണ് പറമ്പിന് പറയുന്നത്. ക്ഷേത്രോത്സവ കാലത്ത് ഈ പറമ്പിലേക്കാണ് ആദ്യമായി പറ എഴുന്നള്ളിപ്പ് നടത്തുന്നത്. ഇവിടെ ദേവന് ഇറക്കി പൂജയുമുണ്ട്. ഈ പറമ്പിലും ക്ഷേത്രങ്ങളിലും ഒഴികെ മറ്റെങ്ങും ഇറക്കി പൂജ നടത്താറില്ല. ദേവന് ഈ പറമ്പിനോട് പ്രത്യേകതയുണ്ടെന്ന് കാണാം. സംഭവങ്ങളെല്ലാം ബ്രാഹ്മണനോട് ചാത്തൻ പറഞ്ഞു. ആ ശില സാക്ഷാൽ ഐരാണിക്കുളത്തപ്പൻ സ്വയംഭൂവായി പ്രത്യക്ഷപ്പെട്ടതാണ്. ഐരാണിക്കുളത്ത് നിന്നും തിരിഞ്ഞു വന്നതാണ്. അതിനാൽ ഈ ക്ഷേത്രം തിരുവൈരാണിക്കുളം എന്ന പേരിൽ മഹാക്ഷേത്രമായി തീരും. ഐരാണിക്കുളത്തപ്പനും തിരുവൈരാണിക്കുളത്തപ്പനും ഒന്നു തന്നെയെന്ന് തെളിഞ്ഞതു മുതൽ ക്ഷേത്രം നിർമ്മിച്ച് പ്രതിഷ്ഠ നടത്തുകയും ചെയ്തു. ബ്രാഹ്മണൻ പുഴക്കടവിൽ കുടവച്ചപ്പോൾ അതുവരെ കുടപ്പുറത്ത് വന്ന മഹാദേവൻ പുഴക്കടവിൽ നിന്ന് ഭൂഗർഭത്തിലൂടെ ക്ഷേത്രക്കിണറുള്ള ദിക്കിൽ വന്നെന്നും പിന്നീട് ശ്രീകോവിൽ സ്ഥാനത്ത് സ്വയംഭൂവായി ആവിർഭവിച്ചുവെന്നുമാണ് വിശ്വാസം. ദേവനും ക്ഷേത്രക്കിണവും തമ്മിൽ ബന്ധമുള്ളതിനാൽ കിണർ അശുദ്ധമായാൽ ദേവനും അശുദ്ധമായി എന്നാണ് കരുതുന്നത്. ഇത് മറ്റൊരിടത്തും ഇല്ലാത്ത അനുഭവമാണ്. കിണറിന്റെ തെക്കുപുറത്തുകൂടി പുഴക്കടവ് വരെ ഒരു ഗുഹ ഉണ്ടെന്നും വിശ്വാസമുണ്ട്. കിണറിന്റെ തെക്കുഭാഗത്ത് ഗുഹാമുഖം ഇന്നും കാണാം. ദേവൻ അന്ന് അപ്രത്യക്ഷനായ പുഴക്കടവിലാണ് ആറാട്ട് നടത്തുന്നത്. ഈ കടവിന് തേവര് കടവെന്നും ആറാട്ട് കടവെന്നും പേരുണ്ട്. ആദ്യകാലങ്ങളിൽ പാർവതി ദേവിയുടെ നട ദിവസവും തുറന്ന് ദർശനം ലഭിക്കുമായിരുന്നു. മഹാദേവനുള്ള നിത്യവേദാദികൾ ദേവിയാണ് തിടപ്പള്ളിയിൽ പാകം ചെയ്തിരുന്നത്. ഈ സമയത്ത് തിടപ്പള്ളിയിൽ ആരും ചെല്ലുവാനും നോക്കുവാനും പാടില്ലെന്നുണ്ടായിരുന്നു. എന്നാൽ ഒരിക്കൽ ഊരാണൻ മാക്കിൽ ഒരു തിരുമേനി തിടപ്പള്ളി രഹസ്യം അറിയണമെന്ന് തോന്നി ഒളിഞ്ഞു നോക്കിയത്രേ. സർവാഭരണ വിഭൂഷിതയായ ജഗദംബിയെ തിടപ്പള്ളിയിൽ നമ്പൂതിരി കണ്ടു. നമ്പൂതിരി ഭഗവതിയാൽ അമ്മയെ ഭഗവതി ജഗദംബികെ എന്ന് വിളിച്ചുപോയി. ശബ്ദം കേട്ട് സ്ഥാനത്തേക്ക് ദേവി നോക്കിയിട്ട് പറഞ്ഞു, പതിവിന് വിപരീതമായി കണ്ടതിനാൽ ഞാൻ ഇനി ഇവിടെ നിൽക്കില്ല, ഇതാ പോകുന്നു. വ്യസന പരവശനായ ബ്രാഹ്മണൻ പറഞ്ഞു, അമ്മേ ജഗദംബികെ വിട്ടുപോകരുതേ, തെറ്റു പൊറുക്കണമേ, ക്ഷമിക്കണേ. ഭക്തനായ നമ്പൂതിരിയുടെ അപേക്ഷയിൽ ദേവി ഉള്ളലിഞ്ഞു പറഞ്ഞു, ഭഗവാന്റെ തിരുനാൾ ദിവസമായ ധനുമാസത്തിലെ തിരുവാതിര നാൾ അസ്തമിച്ച് കുസുമധാരണ സമയത്തിന് മുൻപ് സർവാലങ്കാര ഭൂഷിതയായി ദർശനം തരാം. അന്ന് തൊട്ട് 12 ദിവസം ദർശിക്കുന്ന ഭക്തർക്ക് അനുഗ്രഹവും മംഗല്യാദി സൗഭാഗ്യവും പ്രദാനം ചെയ്യാമെന്ന്. ഈ ഐതിഹ്യത്തിലാണ് പാർവതി ദേവിയുടെ നട സാധാരണ അടച്ചിടുന്നതും തിരുവാതിര മുതൽ 12 ദിവസം നട തുറന്ന് ദർശന സൗഭാഗ്യം ലഭിക്കുന്നതും.
ഇവിടെ ബിംബത്തിന് പ്രത്യേകതയുള്ളതിനാൽ ജലാഭിഷേകമില്ല, പകരം മഞ്ഞൾപ്പൊടി അഭിഷേകമാണ്. ദേവിയുടെ സാന്നിധ്യം ഉള്ളതിനാൽ പൂജാതി കാര്യങ്ങളും നിവേദ്യവും വഴിപാടുകളും നിത്യേനയുണ്ട്. 12 ദിവസത്തെ നടതുറപ്പിനും ഉത്സവ സമാപനത്തിലെ നടയടപ്പിനും പ്രത്യേക ചടങ്ങുകളുണ്ട്. ദേവിയുടെ തോഴിയായി സങ്കല്പിക്കപ്പെടുന്ന പുഷ്പിണിയുടെ സാന്നിധ്യവും അനിവാര്യമാണ്. 23 രാത്രി 8-ന് നടയടയ്ക്കും. ഒരു ചിട്ടി തുടങ്ങണമായിരുന്നു. എനിക്കൊരു ബൈക്ക് വേണം. അതിവിടെ കിട്ടുമെന്ന് ആരാ പറഞ്ഞേ? സച്ചു പറഞ്ഞല്ലേ ഇവിടെ ചിട്ടി തുടങ്ങിയ ബൈക്ക് കിട്ടുമെന്ന്. അതിനു മുൻ ലൈസൻസ് ഒക്കെ ഉണ്ടോ? എനിക്കല്ല, അച്ഛനാ. ഇപ്പൊ എന്റെ അടുത്ത് ഇത്രയുണ്ട്. അച്ഛന് ബൈക്ക് വാങ്ങാൻ വന്നതാ മോൻ. ഇത്തരം കൊച്ചു കൊച്ചു കരുതലുകളല്ലേ നമ്മുടെ വലിയ സമ്പാദ്യം. Sri Gokulam Chit and Finance.